ട്വന്റി ലോകകപ്പിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 3 ICC ട്രോഫി നേടിയ MS ധോണിക്ക് തൊട്ടുപിന്നിലെത്തി. ധോണിയുടെയും രോഹിത്തിന്റെയും ടീമിൽ നിർണായക ഘടകമായി വിരാട് കോഹ്ലി ഉണ്ടായിരുന്നുവെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ വിരാട് കോഹ്ലിക്ക് ഒരു ICC കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. കിരീടമുയർത്തിയ ക്യാപ്റ്റനായില്ലെങ്കിലും ടീം ഇന്ത്യയുടെ നെടുംതൂൺ കോഹ്ലിയാണെന്നാണ് ആരാധകർ കണക്കുകൾ നിരത്തി പറയുന്നത്. വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്നപ്പോൾ മുൻ നായകൻ ധോണിയുടെ അനാവശ്യ ഇടപെടലുകൾ നടത്തിയത് വലിയ തിരിച്ചടിയായെന്ന് പറയുന്നവരുമുണ്ട്. ടീം തിരഞ്ഞെടുപ്പിലടക്കം ക്യാപ്റ്റനായ കോഹ്ലിയുടെ തീരുമാനങ്ങളിൽ പോലും ധോണി ഇടപെടലുകൾ നടത്തിയിരുന്നു. 2019 ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ധോണി വിക്കറ്റിന് പിറകിൽ മോശം പ്രകടനം കാഴ്ചവെച്ചത് മനഃപൂർവ്വമായിട്ടാണെന്ന ആക്ഷേപവും ക്രിക്കറ്റ് ആരാധകർ ഉയർത്തിയിരുന്നു. ക്യാപ്റ്റനായിരുന്നപ്പോൾ കോഹ്ലിക്ക് വേണ്ട പിന്തുണ നൽകുന്നതിൽ രോഹിത് ശർമ്മ പരാജയപ്പെട്ടതും ചർച്ചയാണ്. അതേസമയം രോഹിത് ക്യാപ്റ്റനായപ്പോൾ വിരാട് കോഹ്ലി ഏറ്റവും ആത്മാർത്ഥമായിട്ട് കളിച്ചു. മുൻ നായകന്മാർ കാണിക്കാറുള്ള ഈഗോ പോലും വിരാടിൽ നിന്ന് രോഹിത് ശർമ്മയ്ക്ക് നേരിടേണ്ടി വന്നില്ല. രോഹിത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ നൻപനായി വിരാട് മാറി. രോഹിത്തിന്റെ കിരീട നേട്ടങ്ങളിൽ കിങ് കോഹ്ലിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഇന്നിംഗ്സുകൾ എണ്ണിയെടുക്കാൻ കഴിയും. അതേ ധോണിയും രോഹിത്തും കിരീടം ഉയർത്തിയ ക്യാപ്റ്റന്മാരാണെങ്കിൽ ആ ക്യാപ്റ്റന്മാർക്ക് ഉയരങ്ങൾ താണ്ടാൻ കരുത്തേകിയ രാജാവായിരുന്നു വിരാട് കോഹ്ലി.